ഹായ് എവ്രിവൺ. സ്പോൾ കേരള DCA 10th ബാച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ DC3 എക്സാം കഴിഞ്ഞിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എക്സാം DC4 ലിനക്സ് ബേസ്ഡ് ഓഫീസാണ്. ഈ ഒരു സബ്ജക്റ്റിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ലിനക്സ് കമൻസ്, അതുപോലെ ലിനക്സ് ലിബർ ഓഫീസ് റൈറ്റർ, ലിബർ ഓഫീസ് കാൽക്ക്, ലിബർ ഓഫീസ് ഇംപ്രസ് എന്നീ ചാപ്റ്ററുകളാണ്. ഇതിൽ തന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ലിനക്സ് ബേസ്ഡ് കമൻസ് ആണ് നമ്മൾക്കതിൽ പഠിക്കാനായിട്ടുണ്ടാവുക. ഇതിനായിട്ട് ഏറ്റവും അവസാനം നടന്ന DCA 9th ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഇന്നലെ നടന്ന എക്സാം പോലെ തന്നെയാണ്, 1.5 മണിക്കൂറായിരിക്കും എക്സാം, 50 മാർക്കിനായിരിക്കും. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഓൺവേർഡ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് ഏകദേശം 6 മാർക്ക്, എന്തായാലും 50-ൽ 6 മാർക്ക് ലഭിക്കും ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് കറക്റ്റായി പഠിച്ചു കഴിഞ്ഞാൽ. പിന്നുള്ളതൊക്കെ ലിബർ ഓഫീസ് റൈറ്റർ, ഇംപ്രസ്, കാൽക്ക് എന്നീ ചാപ്റ്ററുകളിൽ നിന്നുള്ള സ്റ്റെപ്സ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലിനക്സ് കമാൻഡ് യൂസ്ഡ് ടു സെർച്ച് ഫോർ ദ അപ്പിയറൻസ് ഓഫ് എ ഗിവൺ സ്ട്രിംഗ് ഇൻ എ ഫയൽ എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിനക്സിൽ ഒരുപാട് കമൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ കമൻസ് സിമ്പിൾ ആയിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. CD എന്ന് പറയുന്നത് ചേഞ്ച് ഡയറക്ടറി ചേഞ്ച് ചെയ്യാനുള്ള കമന്റ് ആണ് CD. അതുപോലെ തന്നെ ക്ലിയർ, സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ളതാണ്. കോപ്പി ചെയ്യാനുള്ള കമന്റ് ആണ് CP. അതുപോലെ തന്നെ ഗ്രപ്പ്, ഫൈൻഡ് എ സ്ട്രിംഗ് ഓഫ് എ ടെക്സ്റ്റ് ഇൻ എ ഫയൽ. അതുപോലെ തന്നെ LS, ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കമന്റ് ആണ് LS. MB, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ കമന്റിനും അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ആ വേർഡിൽ തന്നെ സൂചനയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. MKDIR എന്ന് വെച്ചാൽ മേക്ക് ഡയറക്ടറി എന്നാണ്. RM എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യുക, ഫയൽ റിമൂവ് ചെയ്യുക. അതേപോലെ RMDIR എന്ന് വെച്ചാൽ ഡയറക്ടറി റിമൂവ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കമന്റ്സ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ലിനക്സ് കമാൻഡ് യൂസ് ടു സെർച്ച് ദ ഒക്കറൻസ് ഓഫ് ഗിവൺ സ്ട്രിംഗ് എന്നാണ്. നമുക്കറിയാം grep എന്ന് പറയുന്ന ഒരു കമന്റ് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. GREP, grep. അതുകൂടാതെ എക്കോ, കാറ്റ്, ഈ 2 കമന്റും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എക്കോ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കമന്റ് ആണ് എക്കോ. അതുപോലെ തന്നെ ഒരു ഫയലിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫയൽ നെയിം എക്സ്റ്റൻഷൻ ഓഫ് എ ലിബർ ഓഫീസ് റൈറ്റർ ഡോക്യുമെന്റ് ഈസ് ഡാഷ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫയൽ എക്സ്റ്റൻഷൻ 3 ലിനക്സിൽ വരുന്ന ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഈ 3ന്റെയും ഫയൽ എക്സ്റ്റൻഷൻസ് നമ്മൾ പഠിച്ചു വെക്കുക. ഇവിടെ ലിബർ ഓഫീസ് റൈറ്ററിന്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .odt എന്നാണ്. ഓപ്പൺ ഡോക്യുമെന്റ് ടെക്സ്റ്റ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം, ODT. അങ്ങനെയാണെങ്കിൽ ലിബർ ഓഫീസ് കാൽക്കിന്റെ എന്തായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. .odc ആയിരിക്കും ലിബർ ഓഫീസ് കാൽക്ക്, അല്ലെങ്കിൽ .ods എന്നുള്ള രീതിയിൽ നമുക്കത് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ലിബർ ഓഫീസ് ഇംപ്രസിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .odp എന്നുള്ളതാണ്. പ്രസന്റേഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം P എടുത്തു കഴിഞ്ഞാൽ .odp ആണ് ലിബർ ഓഫീസ് ഇംപ്രസിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ടെമ്പററി മെമ്മറി ഏരിയ വേർ ദ കോപ്പീഡ് ടെക്സ്റ്റ് ഈസ് സ്റ്റോർഡ്. നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കോപ്പി ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുക. അതിന്റെ ആൻസർ ക്ലിപ്പ് ബോർഡ് എന്നാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ആക്ട് ഓഫ് മേക്കിംഗ് എ കോളം ഓർ റോ ഇമ്മൂവബിൾ വൈൽ സ്ക്രോളിംഗ് ദ വർക്ക്ഷീറ്റ് ഇൻ MS കാൽക്ക് ഈസ് റെഫേർഡ് ആസ് ഡാഷ്. അതായത് നമ്മൾ
സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യുമ്പോൾ ഇമ്മൂവബിൾ, അതായത് മൂവ് ചെയ്യാത്ത വിധം ലോക്ക് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് ഫ്രീസിങ് എന്ന് പറയുക. ഫ്രീസ് ചെയ്യുക എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി ദ അനിമേഷൻ എഫക്ട് ഹാപ്പനിങ് വൈൽ മൂവിങ് ഫ്രം വൺ സ്ലൈഡ് ടു ദ നെക്സ്റ്റ് ഡ്യൂറിംഗ് പ്രസന്റേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. ട്രാൻസിഷൻ എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബൈ ഡിഫോൾട്ട് ദ കണ്ടന്റ് ഇൻ ദ പാരഗ്രാഫ് ആർ ഡാഷ് അലൈൻഡ്. നമുക്കറിയാം പാരഗ്രാഫ് അലൈൻമെന്റിൽ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ജസ്റ്റിഫൈ ഇങ്ങനെ 4 അലൈൻമെന്റ്സ് ആണുള്ളത്. അതിൽ നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ലെഫ്റ്റ് അലൈൻമെന്റ് ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നെ ചാപ്റ്ററിന്റെയും അവസാന ഭാഗത്തായിട്ട് കുറച്ച് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 6 ക്വസ്റ്റ്യനിൽ നിന്ന് 5 മാർക്ക് വളരെ അനായാസേന നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ഇൻ ലിനക്സ് ടു കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓർ വേർഡ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ എ ഫയൽ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിനക്സ് കമാൻഡ് ആണ് WC. W എന്ന് വെച്ചാൽ വേർഡ്, C എന്ന് വെച്ചാൽ കൗണ്ട്. വേർഡ് കൗണ്ട് ആണ് WC. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് കമാൻഡ് ഇൻ ലിനക്സ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഫയൽ. റിമൂവ് ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് RM. R റിമൂവ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് RM. നെയിം ദ ലിനക്സ് കമാൻഡ് യൂസ്ഡ് ടു റിമൂവ് എ ഡയറക്ടറി. ഡയറക്ടറി റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിനക്സ് കമാൻഡ് ആണ് RMDIR. ഇവിടെ പറയുന്ന എല്ലാ ഓൺവേർഡ് ക്വസ്റ്റ്യൻസും കൃത്യമായി പഠിച്ചു വെക്കുക. ഷുവർ ആയിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും വരാനുള്ള സാധ്യത ഏറെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, FSF എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? നമുക്കറിയാം ലിനക്സ് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനെയാണ് FSF എന്ന് പറയുക. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അതിന്റെ സ്ഥാപകൻ. നെയിം ദ ലിനക്സ് ആപ്ലിക്കേഷൻ യൂസ്ഡ് ഫോർ സ്ക്രീൻ റെക്കോർഡിംഗ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിനക്സ് ആപ്പിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. സിമ്പിൾ സ്ക്രീൻ റെക്കോർഡർ എന്നാണ് ആ ആപ്ലിക്കേഷന്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിംപ്. ജിംപ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രീ സോഫ്റ്റ്വെയർ ആണ്? ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് ജിംപ്. അതുപോലെ തന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ സോഫ്റ്റ്വെയർ യൂസ് ടു ടേക്ക് സ്ക്രീൻഷോട്ട്. ലിനക്സിൽ സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് ഷട്ടർ. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് കേഡൻ ലൈവ്. കേഡൻ ലൈവ് എന്നാണ് അതിന്റെ പേര്. കേഡൻ ലൈവ്. ഇതിനകത്ത് കേഡൻ ലൈവ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ വീഡിയോ എഡിറ്റിംഗ് വേണ്ടി സാധാരണ നമ്മൾ 10th ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇനി ഈ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അഡ്വാൻറ്റേജസ് ഓഫ് ലിനക്സ് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ട്രക്ചർ, ലിനക്സിന്റെ ഫയൽ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് റൈറ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an example of an open source free word processing software is called dash. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ്. അതുപോലെ തന്നെ കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് കാൽക്ക് ആണ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് ഇംപ്രസ് ആണ്. ഇത് മൂന്നും ഓർത്തു വെക്കുക. ദ കോമൺ ടെക്സ്റ്റ് അപ്പിയറിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ഓൾ പേജ് ഈസ് ഡാഷ്. എല്ലാ പേജിന്റെയും നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ പേജിന്റെയും ടൈറ്റിൽ എന്ന് പറയുന്നത് അൺടൈറ്റിൽ എന്നായിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ. ദ ടെമ്പററി മെമ്മറി ഏരിയ വെയർ കോപ്പീഡ് ടെക്സ്റ്റ് വിൽ ബി സ്റ്റോർഡ് ഈസ് കോൾഡ് ക്ലിപ്പ് ബോർഡ് എന്നാണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രിന്റ് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ഡാഷ് ഫയൽ. പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫയൽ മെനുവിലാണ് സാധാരണ MS ഓഫീസ് ആയാലും ലിബ്രെ ഓഫീസ് ആയാലും ഉണ്ടാവുക. ദ ഷോർട്ട് കട്ട് യൂസ്ഡ് ഫോർ സെലക്ടിങ് ഓൾ ദ ടെക്സ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ആണ് Ctrl+A എന്ന് പറയുന്നത്. എല്ലാ ടെക്സ്റ്റും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ആണ്. നെയിം ദ ആപ്ലിക്കേഷൻ വിച്ച് ഈസ് കറന്റ്ലി റണ്ണിങ് ഇൻ ഡിസ്പ്ലേഡ് ഓൺ ദ ടാസ്ക് ബാർ. ടാസ്ക് ബാറിലായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും അതിന്റെ ഐക്കണുകൾ കാണാൻ പറ്റുന്നത് ടാസ്ക് ബാറിലായിരിക്കും.
ദ ഡിഫോൾട്ട് നെയിം ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കോൾഡ് അൺടൈറ്റിൽഡ് എന്നായിരിക്കും. ഇനി ദ ഫയൽ നെയിം എക്സ്റ്റൻഷൻ ഓഫ് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. .odt ഓപ്പൺ ഡോക്യുമെന്റ് ടെക്സ്റ്റ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഇനി ലിബ്രെ ഓഫീസ് കാൽക്കിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ എ വർക്ക് ഷീറ്റ് ഡാഷ് ഈസ് ഫോംഡ് വെൻ എ റോ മീറ്റ്സ് എ കോളം. അതിനെ സെൽ എന്നാണ് വിളിക്കുക. നമുക്കറിയാം ചെറിയ ചെറിയ ബോക്സുകളായിട്ടാണ് എക്സൽ അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഉണ്ടാവുക. അങ്ങനെ റോയും കോളവും മീറ്റ് ചെയ്യുന്ന ഏരിയ സെൽ എന്നാണ് വിളിക്കുക. എ വർക്ക് ഷീറ്റ് ഫയൽ വിത്ത് വൺ ഓർ മോർ ഷീറ്റ് ഈസ് കോൾഡ് വർക്ക് ബുക്ക്. വർക്ക് ബുക്ക് എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നിൽ കൂടുതൽ വർക്ക് ഷീറ്റുകൾ കാണും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ വർക്ക് ഷീറ്റ് ദ കളക്ഷൻ ഓഫ് സെൽസ് ഇൻ D10 to H25 ഈസ് കോൾഡ് ഡാഷ്. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ കളക്ഷൻ ഓഫ് സെല്ലിന് നമ്മൾ സെൽ റേഞ്ച് എന്നാണ് വിളിക്കുക. D10 മുതൽ H25 വരെയുള്ള റേഞ്ച്, അതിനെ സെൽ റേഞ്ച് എന്നാണ് വിളിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഷോസ് ദ അഡ്രസ് ഓഫ് ദ കറന്റ് സെൽ. കറന്റ് സെല്ലിന്റെ അഡ്രസ് കാണിക്കുന്നത് നെയിം ബോക്സിലായിരിക്കും. നെയിം ബോക്സ് അല്ലെങ്കിൽ അതിനെ അഡ്രസ് ബോക്സ് എന്നും വിളിക്കാറുണ്ട്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കമ്പൈനിങ് 2 or more cells into one cell is called dash. ഒന്നിൽ കൂടുതൽ സെല്ലുകളെ കമ്പൈൻ ചെയ്യിക്കുന്ന പ്രോസസ് അതിനെയാണ് മെർജ് സെൽ എന്ന് വിളിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം വന്നതാണ്, DCA 9th ബാച്ചിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ആക്ട് ഓഫ് മേക്കിംഗ് എ കോളം ഓർ റോ ഇമ്മൂവബിൾ ഈസ് റെഫേർഡ് ആസ് ഫ്രീസിംഗ്. അതിനെയാണ് ഫ്രീസിംഗ് എന്ന് പറയുക. 7th ക്വസ്റ്റ്യൻ, ദ കോമൺ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ഈച്ച് വർക്ക് ഷീറ്റ് is sheet 1, sheet 2, sheet 3 like that. അങ്ങനെ ആയിരിക്കും അതിന്റെ പേരുണ്ടാവുക. ഇനി റൈറ്റ് ദ ഫോർമുല ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് വാല്യൂസ് ഇൻ G2, G3 ആൻഡ് G4. നമുക്കറിയാം ലിബ്രെ ഓഫീസ് കാൽക്കിൽ നമുക്ക് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ സം, ആവറേജ്, ഇങ്ങനെ ഒരു ഈഫ്, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ഉണ്ടാവുക. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ആവറേജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ കമന്റ് അല്ലെങ്കിൽ അതിന്റെ ഫോർമുല എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആവറേജ് എന്ന് എഴുതുക, ബ്രാക്കറ്റിനകത്ത് G2 മുതൽ G4 വരെയാണ്. അപ്പൊ G2 എഴുതുക, ഫുൾ കോളൻ G4. അതാണ് അതിന്റെ എക്സാക്ട് ആൻസർ. 9th ക്വസ്റ്റ്യൻ, ചാർട്ട് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ഡാഷ് മെനു. ചാർട്ട് ഓപ്ഷൻ വരുന്നത് ഇൻസേർട്ട് മെനുവിലായിരിക്കും ചാർട്ട് ഓപ്ഷൻ ഉണ്ടാവുക. ഇനി 10th ക്വസ്റ്റ്യൻ, ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് കാൽക്ക്. ലിബ്രെ ഓഫീസ് കാൽക്കിന്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ods ആണ്. എസ് എന്ന് വെച്ചാൽ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. .ods. ഇനി അടുത്തതായിട്ട് ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച് സെക്ഷൻ ഓഫ് ദ സൈഡ് ബാർ ഹെൽപ്സ് ടു മൂവ് ക്വിക്ലി ഫ്രം വൺ സ്ലൈഡ് ടു അനദർ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ നിന്നും വേറൊരു സ്ലൈഡിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷനെ വിളിക്കുന്ന പേരാണ് നേവിഗേറ്റർ എന്നാണ് അതിനെ വിളിക്കുക. നമുക്ക് ഒരു സ്ലൈഡിൽ നിന്നും വേറൊരു സ്ലൈഡിലേക്ക് എളുപ്പം നേവിഗേറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് മെനു ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ ദ പ്രസന്റേഷൻ. ഒരു പ്രസന്റേഷനിൽ പുതിയതായിട്ട് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് മെനു ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം സ്ലൈഡ് എന്ന് പറയുന്ന മെനു തന്നെയാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക. ഇനി പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+M ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, N അല്ല, Ctrl+M ആണ് ഉപയോഗിക്കുക. ഇനി നെയിം ദ ടാബ് ഓഫ് ക്യാരക്ടർ ഡയലോഗ് ബോക്സ് ദാറ്റ് ഹെൽപ്സ് ടു സെലക്ട് ഫോണ്ട് കളർ, ഓവർലൈനിങ്, അണ്ടർലൈനിങ് എക്സെട്ര. ക്യാരക്ടർ ബോക്സിനകത്ത് വരുന്ന ഫോണ്ട് എന്ന് പറയുന്ന ടാബാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക, ഫോണ്ട് ടാബ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആനിമേഷൻ ലൈക്ക് എഫക്ട് ഹാപ്പനിങ് വൈൽ മൂവിങ് ഫ്രം വൺ സ്ലൈഡ്. ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ലൈഡ് ട്രാൻസിഷൻ എന്നാണ് അതിനെ വിളിക്കുക. 5th ക്വസ്റ്റ്യൻ, ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ ഡാഷ് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ്. ഒരു സ്ലൈഡ് ഷോ തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F5 ആണ്. F5 ആണ് അവിടെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാർട്ട് ബി, കഴിഞ്ഞ വർഷം വന്ന പാർട്ട് ബിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് ഓടിച്ചു നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ CUI ആൻഡ് GUI. CUI എന്ന് വെച്ചാൽ ക്യാരക്ടർ യൂസർ ഇന്റർഫേസ് ആണ്. GUI എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. കമ്പയർ എക്കോ ആൻഡ് കാറ്റ്. നേരത്തെ ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചതാണ് എക്കോ കാറ്റ് കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എക്കോ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് എക്കോ കമാൻഡ് ഉപയോഗിക്കുന്നത്.
അതുപോലെ തന്നെ കാറ്റ് ഫയൽ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യിക്കാനാണ്. ഇനി വാട്ട് ആർ ദ യൂസ് ഓഫ് സി പി കമാൻഡ്? കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് സി പി. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കട്ട്, കോപ്പി, ഓപ്പറേഷൻ, ലിബ്രെ ഓഫീസ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വാട്ട് ഈസ് ദ പ്രിന്റ് റേഞ്ച്? അതുപോലെ കമ്പയർ ഫോണ്ട് നോട്ട്. ഫോണ്ട് നോട്ടും എൻഡ് നോട്ടും എന്താണ് എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത ആ സമയത്ത് വിട്ടുപോയ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണിത്. അതിൽ ഫിക്സിംഗ് ദ പൊസിഷൻ ഓഫ് ആൻ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ആങ്കറിംഗ് എന്നാണ് അതിനെ വിളിക്കുക. അതുപോലെ റെഫറൻസ് ടു അഡീഷണൽ ഇൻഫർമേഷൻ ഫൗണ്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ് ഈസ് കോൾഡ് ഫൂട്ട് നോട്ട്. നമ്മൾ ഫൂട്ട് നോട്ടായിട്ട് ഓരോ സ്ലൈഡിന്റെയും കൂടെയും അഡീഷണൽ ഇൻഫർമേഷൻ ആയി ചേർക്കാനാണ് ഫൂട്ട് നോട്ട് ഉപയോഗിക്കുക. അതുപോലെ റെഫറൻസ് ടു അഡീഷണൽ ഇൻഫർമേഷൻ ഫൗണ്ട് അറ്റ് എൻഡ്, ഏറ്റവും അവസാനത്തിൽ വരുന്ന പോർഷനെയാണ് എൻഡ് നോട്ട് എന്ന് വിളിക്കുക. അപ്പൊ ഫൂട്ട് നോട്ടും എൻഡ് നോട്ടും ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസിൽ വന്നതാണ്, ഫൂട്ട് നോട്ടും അതുപോലെ എൻഡ് നോട്ടും. ഇനി ലിബ്രെ ഓഫീസ് റൈറ്റർ ഫുട് നോട്ട് എൻഡ് നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് മീൻ ബൈ ഡാറ്റ വാലിഡേഷൻ? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് പാരഗ്രാഫ്? ദെൻ റൈറ്റ് എ നോട്ട് ഓൺ സോർട്ടിംഗ് ഓപ്പറേഷൻസ്, അതൊക്കെയാണ്. ഇനി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഫയൽ സ്ട്രക്ചർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, വളരെയേറെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫയൽ സ്ട്രക്ചർ. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് കേർണൽ ആൻഡ് ഷെൽ, ദെൻ ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് മെയിൽ മെർജ്. ലിബ്രെ ഓഫീസിൽ റൈറ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് എഴുതുക. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് GNU ലിനക്സ്? ലിനക്സിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? റൈറ്റ് ഡൗൺ ദ ഇമേജ് ഫോർമാറ്റിംഗ് ടാബ് ഏതൊക്കെയാണ്? ദെൻ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ടെംപ്ലേറ്റ്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ യൂസ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൈഡ് ബാർ ഇൻ ലിബ്രെ ഓഫീസ് റൈറ്റർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്ലൈഡ് മാസ്റ്റർ ഇൻ ലിബ്രെ ഓഫീസ് ഇംപ്രസ്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാബ്. അതുപോലെ തന്നെ എസ് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ എനി 5 യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ് ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ നരേറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. ഇനി ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലിബ്രെ ഓഫീസ് കാൽക്കിൽ വരുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ലിനക്സ് എസ് എ ടൈപ്പ് ആയിട്ട് വരാം. ലിനക്സ് കമന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക, എങ്ങനെയാണ് ഫങ്ഷൻസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നല്ല രീതിയിൽ തന്നെ എക്സാം പഠിച്ച് നിങ്ങളുടെ ഈ വരാനിരിക്കുന്ന എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്